ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് വീണുകിട്ടിയ സമ്മാനമായി ജയരാജനെതിരായ കൊലക്കുറ്റം. പിണറായി വിജയൻ കഴിഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് ഏറെ കരുത്തുള്ള പി ജയരാജനെ കൊലയാളിയെ ചിത്രീകരിക്കാൻ അവസരം ലഭിച്ചതിൽ വല്ലാത്ത ആവേശത്തിലാണ് UDFും BJPയും. പി ജയരാജനെ കൊലയാളിയായും CPMനെ കൊലയാളി പാർട്ടിയായും ചിത്രീകരിച്ച് കത്തിപ്പടരാനാണ് UDFിന്റെ നീക്കം. നേരത്തെ മുതൽ തന്നെ CPM അക്രമ പാർട്ടിയാണെന്ന പ്രചരണമാണ് കോൺഗ്രസും BJPയും നടത്തുന്നത്. ദേശീയ തലത്തിൽ തന്നെ BJP കേരളത്തിലെ CPMനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ പല ശ്രമങ്ങളും ഇതിനകം നടത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് ശബരിമല പോലെ ജയരാജൻ വിഷയവും ആദ്യം ആരേറ്റെടുക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. UDFിന്റെ വിജയമായാണ് ഇതിനെ വിലയിരുത്തുന്നത്. പി ജയരാജൻ അകത്തായാൽ തന്നെ CPMന് വലിയൊരു തിരിച്ചടിയുണ്ടാകുമെന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. അരിയിൽ ഷുക്കൂർ വധം തിരഞ്ഞെടുപ്പിൽ സജീവമായി നിലനിർത്തിക്കൊണ്ട് പഴയ TP കേസും കുത്തിപ്പൊക്കി തിരഞ്ഞെടുപ്പിൽ ശക്തമായ വിഷയമായി ഉന്നയിക്കാനാണ് നീക്കം. അതിനുള്ള തുടക്കം ഇന്നലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഷുക്കൂർ കേസ് CPMനെ വേറൊരു തരത്തിലും ശക്തമായി ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് ലീഗും കോൺഗ്രസും ഉൾപ്പെടെ കണക്കുകൂട്ടുന്നത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ന്യൂനപക്ഷം പാടെ അവഗണിച്ചിരുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നും തള്ളിക്കളഞ്ഞിരുന്ന ഇടതുമുന്നണിയെ പ്രത്യേകിച്ച് CPMനെ പിന്തുണയ്ക്കാനും അവർ തയ്യാറായി. ഇത് UDFന് പ്രത്യേകിച്ച് കോൺഗ്രസിന് വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. കേരളത്തിൽ UDFിന്റെ അടിത്തറ തന്നെ ന്യൂനപക്ഷമാണ്. അതാണ് CPM വലിച്ചു കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ അരിയിൽ ഷുക്കൂർ വധത്തെ ആവശ്യത്തേക്ക് തിരിച്ചുവയ്ക്കാനും UDF ആലോചിക്കുന്നുണ്ട്. ന്യൂനപക്ഷത്തെ കൊല്ലുന്ന CPMന്റെ ഭീകരമുഖം എന്ന തരത്തിലായിരിക്കും പ്രചരണം. അതിലൂടെ ഒരു തിരിച്ചടിയാണ് UDF ലക്ഷ്യം വയ്ക്കുന്നത്. അതോടൊപ്പം മാഞ്ഞുപോയ TP ചന്ദ്രശേഖരന്റെ പ്രേതത്തെ വീണ്ടും പുറത്തു കൊണ്ടുവരാനും അവർ ശ്രമം നടത്തും. TP കേസ് CPMനെ സംബന്ധിച്ചിടത്തോളം എന്നും തീരാത്തൊരു പ്രശ്നമാണ്. ഈ കേസാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ CPMന് വലിയ തിരിച്ചടി നൽകിയത്. അത് ഒരുവിധം തേഞ്ഞുമാഞ്ഞു പോയതുമാണ്. അതിനെ വീണ്ടും തോണ്ടി പുറത്തിടുന്നത് CPMനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾക്കും വഴിവെക്കും. ഒരുമയോടെ നിൽക്കുന്ന CPMനെ സംഘടനാ സംവിധാനത്തെ നേരിടാൻ ഇന്നത്തെ നിലയിൽ UDFന് കഴിയില്ല. അതുകൊണ്ട് തന്നെ TP കേസിലൂടെ അത് തകർക്കാനായിരിക്കും ശ്രമം. BJPയും ഇതേ തന്ത്രങ്ങൾ തന്നെ സ്വീകരിക്കും. ഇതിൽ ആര് ജയിക്കുമെന്ന് കാണാനാണ് കേരളം കാത്തിരിക്കുന്നത്. അതേസമയം ഷുക്കൂർ വധത്തെ ഇതേ നാണയത്തിൽ തന്നെ തിരിച്ചുപയോഗിക്കാൻ CPMും തന്ത്രം മെനയുന്നുണ്ട്. കേരളത്തിൽ ഇന്നത്തെ ഏറ്റവും ശക്തമായ പ്രചരണായുധം BJP ബന്ധമാണ്. ശബരിമല വിഷയത്തോടെ CPM തന്നെയാണ് അതിന് തുടക്കം കുറിച്ചത്. അത് ഏറെക്കുറെ ഫലം കണ്ടുവെന്നാണ് അവർ കണക്കുകൂട്ടുന്നതും. അത് മറികടക്കാനായി CPM BJP ബന്ധമെന്ന ആരോപണവുമായി കോൺഗ്രസ് വന്നെങ്കിലും അത് വേണ്ട രീതിയിൽ ഏശിയിട്ടില്ലെന്നാണ് പൊതുവികാരം. ഇപ്പോൾ ഷുക്കൂർ വധത്തിലെ കുറ്റപത്രം തങ്ങളുടെ ആരോപണത്തെ ബലപ്പെടുത്തുന്നതിനായി CPM ഉപയോഗിക്കും. BJP കോൺഗ്രസ് രഹസ്യധാരണയുടെ ഫലമാണ് ഇതെന്ന വാദമായിരിക്കും ഉയർത്തുക. കേന്ദ്രം ഭരിക്കുന്ന BJP കേരളത്തിലെ കോൺഗ്രസുമായി യോജിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിന് മുമ്പായി CPMനെ പ്രതിരോധത്തിലാക്കാൻ ഈ കേസിൽ കള്ളക്കുറ്റപത്രം നൽകിയെന്നായിരിക്കും CPMന്റെ ആരോപണം. അവരുടെ എല്ലാ സംഘടനാ സംവിധാനങ്ങളും ഇതിനായി ഉപയോഗിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ വർഗീയത വീണ്ടും പുതിയ രൂപത്തിൽ അവതരിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.